നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തിയുടെ കഠിന ഹൃദയം അലിഞ്ഞ് ഇല്ലാതെയായിരിക്കുന്നു. ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ വായന കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി കാണുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഓരോ നിമിഷവും ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വ്യക്തി എന്തൊക്കെ ചെയ്തിട്ടും ഏതൊക്കെ സാഹചര്യത്തിലേക്ക് പോകണമെന്നും മറ്റുള്ള ശ്രദ്ധയിലേക്ക് പോകണമെന്നും വിചാരിച്ചിട്ട് പോലും അതിലേക്കൊന്നും ശ്രദ്ധ തിരിക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് ആകുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിലൂടെ മെച്ചപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരാം എന്നുള്ള ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്ന ഒരേ ഒരു സത്യം എന്ന് പറയുന്നത്, നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ മനസ്സമാധാനം എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ സാന്നിധ്യമായിരുന്നു ഈ വ്യക്തിയെ അത്രയും അധികം പോസിറ്റീവായി ബാധിച്ചിട്ടുണ്ടായിരുന്നത്. പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോട് കൂടി ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ള സത്യമായ തിരിച്ചറിവിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിശ്വാസവും മുന്നോട്ട് പോകാനുമുള്ള ആർജവവും തന്നെയാണ് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും നന്നായി ഈ വ്യക്തി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ലഭിച്ചതിന്. നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ പ്രണയവും ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും കണ്ടില്ല എന്നും കേട്ടില്ല എന്നും നടിക്കാനാവുകയില്ല. പ്രണയം വളരെ വേഗത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു വികാരമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായി തന്നെ മുന്നേറുവാൻ തന്നെയുള്ള തയ്യാറെടുപ്പുകളിലൂടെയാണ് ഈ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പൗർണമി, അമാവാസി ദിവസങ്ങളിലൊക്കെ അതിയായിട്ടുള്ള ദുഃഖങ്ങളിലൂടെയും അമിതമായിട്ടുള്ള സന്തോഷങ്ങളിലൂടെയും ഒക്കെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കേഞ്ചൽ മിഖായേൽ മാലാഖയുടെ സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് നിങ്ങളുമായി സംഭവിച്ചിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങളും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളും എന്തൊക്കെയാണോ അതെല്ലാം മനസ്സിൽ നിന്നും തേച്ചു മാച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബലഹീനതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകാനും മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ആരോഗ്യത്തിലേക്കും എത്തിച്ചേർന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത്. ഈ പ്രണയം ഇങ്ങനെയൊന്നും മുന്നോട്ട് പോകേണ്ടതല്ല എന്നും സന്തോഷത്തോടെയും വളരെ സംതൃപ്തിയോടെയുമാണ് ഈ പ്രണയബന്ധം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് വളരെ കംഫർട്ടബിളായി ഇരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ സാന്നിധ്യം താല്പര്യപ്പെടുന്നുണ്ട്. ഒരമ്മയുടെ സ്നേഹമോ അച്ഛൻ്റെ സ്നേഹമോ വേണ്ടുന്നത്ര രീതിയിൽ ലഭിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ എനിക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു വാത്സല്യമോ സ്നേഹമോ പരിചരണയോ ഒന്നും തന്നെ ലഭിക്കാതെ തൻ്റെ ചെറുപ്പകാലത്താണെങ്കിലും ദിനം പ്രതിയുള്ള ജീവിതത്തിലാണെങ്കിലും തൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഒറ്റപ്പെട്ട് ജീവിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത് കുറച്ചു നാളത്തേക്കുള്ള ഒരു സ്നേഹമോ ആകർഷണമോ ഒന്നും തന്നെയല്ല. ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്നതും
വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള, ഫ്ലെക്സിബിളും സ്റ്റെബിലിറ്റിയും നിറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതെങ്ങനെയെങ്കിലും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളത് നിങ്ങളെക്കാൾ ഉപരി ഈ വ്യക്തിക്കാണ് താല്പര്യം കൂടുതലായി ഉള്ളത്. ഈ വ്യക്തിയുടെ നിർബന്ധപൂർവമുള്ള പലതരത്തിലുള്ള വാശികൾക്ക് മുന്നിൽ നിങ്ങൾ കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഉറപ്പ് സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉറപ്പ് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വാശിയുടെ മുന്നിലും ശാഠ്യത്തിന്റെ മുന്നിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഈ വ്യക്തിയെ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിപ്പിച്ചെടുക്കുന്നത്. ചില സമയത്ത് അമ്മയും കുട്ടിയും പോലെയാണ് നിങ്ങൾ രണ്ടുപേരും. ഇതിൽ ഒരാൾ രക്ഷിതാവും കുറച്ചും കൂടി മുതിർന്ന വ്യക്തിയും മറ്റൊരാൾ കുട്ടിത്തം വിട്ടുമാറാത്ത ഒരു കുട്ടിയെ പോലെയുമായിരിക്കും പെരുമാറുന്നത്. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ ഒരു അമ്മ മകൻ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ മകൾ ബന്ധം പോലെ ആയിരിക്കാം. ഇതൊക്കെ നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരണമെന്നും അതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റേത് ലോകത്തേക്ക് പോയാലും, ഏത് ഭൂമധ്യത്തിൽ പോയാലും നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങളൊരു സുഗന്ധ ദ്രവ്യം പോലെയാണ്. അതായത് ഈ വ്യക്തിക്ക് എവിടെ നിന്നാലും നിങ്ങളെ സെൻസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് നിങ്ങളുടെ ഊർജം ഈ വ്യക്തിയുടെ കൂടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമാണ്. ഈ വ്യക്തി എത്ര ദൂരെ പോയാലും, എന്തൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ വിട്ട് പിരിഞ്ഞു പോവുകയില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആണ് ഈ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് ഈ പേഴ്സന്റെ ഹൃദയം കഠിനമായിരുന്നു. ഏതോ കാലഘട്ടത്തിൽ നിങ്ങളുടെ വികാരങ്ങൾ പോലും മാനസികാവസ്ഥ പോലും മനസ്സിലാക്കാൻ ഈ വ്യക്തി തയ്യാറായിട്ടില്ലായിരിക്കാം. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ വ്യക്തിയുടെ ഹൃദയം ഇപ്പോൾ ഒരു വളരെയധികം മനോഹരമായ ഒരു പുഷ്പത്തിന് തുല്യമാണ്. വളരെയധികം ലാഘവത്തോടു കൂടിയും വളരെ സിമ്പിൾ ആയിട്ടുള്ള മനോവികാരത്തോടു കൂടിയുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലകൊള്ളുന്നത്. എന്തിനാണ് താനിങ്ങനെ ശാഠ്യം പിടിച്ചിട്ട് എന്നുള്ളതും, എന്തിനാണ് ധൃതി വെച്ചിട്ടുള്ളത് എന്നുള്ളതുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. വളരെ പെട്ടെന്നുണ്ടായ പ്രണയമാണ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് യാദൃശികമായി, ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്കിടയിൽ പ്രണയം പൊട്ടിമുളച്ചിട്ടുള്ളത്. ഇതൊരിക്കലും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഭാഗമായി തീരുമെന്ന് തമാശയ്ക്ക് പോലും നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഇരുവരുടെയും ജീവിതത്തിൽ തേച്ചു മാച്ചു കളയാനാകാത്ത വിധത്തിലുള്ള ഒരു ബന്ധം തന്നെയായി മാറിയിരിക്കുകയാണ് ഈ ഒരു പ്രണയം എന്ന വികാരം. ഇവിടെ ഈ പേഴ്സൺ ഏറ്റവും നന്നായി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചശക്തിയോടോ ദൈവങ്ങളോടോ ആയിരിക്കാം. പക്ഷേ കൂടുതലും നന്ദി പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. കാരണം ഈ പേഴ്സണ് മുന്നോട്ട് ജീവിക്കാനുള്ള ആർജവവും താല്പര്യവും എല്ലാം തന്നെ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രണയബന്ധത്തിലൂടെ മാത്രമാണ്. ഇവിടെ സമതുല്യത കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഒരേപോലെ തുല്യത നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിൽ നിന്നും തുടച്ചു നീക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങളോട് ഒരു വൈരാഗ്യവും ഈ വ്യക്തിക്കില്ല. ഈ വ്യക്തിയുടെ ഹൃദയം കഠിനമായിരുന്നു. കാരണം ഈ വ്യക്തിയുടെ ജീവിത രീതിയാണ് ഈ വ്യക്തിയെ അങ്ങനെയൊക്കെ ആക്കി തീർത്തിട്ടുള്ളത്. പക്ഷെ അതെല്ലാം അലിഞ്ഞ് ഇല്ലാതെയായിരിക്കുന്നു. ഒരു ചെറു പുഷ്പം പോലെ ലാഘവത്തോടെ മനോഹരമായ മാധുര്യത്തോടെ നിൽക്കുകയാണ്
ഈ വ്യക്തിയുടെ ഹൃദയം ഇപ്പോൾ, ചിന്തകളും. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വായന ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ, സപ്പോർട്ട്, കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.